ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇതുപോലുള്ള പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഐഡിയ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ ഇതുപോലെ ഡെക്കറേഷൻ ടാപ്പ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ നമ്മൾ രണ്ട് ഐഡിയയും കാണിക്കുന്നത്. ഈ ഡെക്കറേഷൻ ടാപ്പൊക്കെ ഒരു റോളിന് 10 രൂപയൊക്കെ വില വരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാനുണ്ടാകും. ഇത് ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതേപോലെ തന്നെ ഒരു റൗണ്ടും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതേ കളർ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഒരു റൗണ്ട് ഒരു കളർ കൊടുത്തിട്ട് രണ്ടാമത്തെ റൗണ്ട് വേറെ കളർ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിതിൻ്റെ നടുഭാഗത്ത് മാത്രമായിട്ട് ഗോൾഡൻ കളറിലുള്ള ടാപ്പാണ് ചുറ്റി കൊടുക്കുന്നത്. ഇവിടെ 2 റൗണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു ടാപ്പ് ചുറ്റി കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പിങ്ക് കളറിലുള്ള ടാപ്പ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തുള്ളി പോലും പെയിൻറ്റ് യൂസ് ചെയ്യാതെ ഈ ഒരു ഡെക്കറേഷൻ ടാപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പെൻ ഹോൾഡർ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് പെൻ ഹോൾഡർ ആയിട്ടും ഫ്ലവർ വേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ പെൻ ഹോൾഡർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. കുട്ടികളുടെ സ്റ്റഡി ടേബിളിലൊക്കെ ഇതുപോലൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ പേനയും പെൻസിലൊക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയാതെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചോളും. ഇനി അടുത്ത ഐഡിയ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയിട്ടുള്ള പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിവിടെ ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗ്ലൂ കൊടുത്തിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട്. സ്റ്റാർട്ടിങ്ങിൽ മാത്രം പോരാ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗ്ലൂ കൊടുത്തിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട്. പിന്നെ അടുപ്പിച്ച് വേണം കേട്ടോ ത്രെഡ് ചുറ്റി കൊടുക്കാനായിട്ട്. ഇടയിൽ ഗ്യാപ്പ് വരികയാണെങ്കിൽ അതുപോലെ ഇങ്ങനെ നീക്കിയിട്ട് അടുപ്പിച്ച് ചുറ്റി കൊടുക്കാം. അങ്ങനെ ഞാനിത് മുഴുവനായിട്ടും ഈ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാനിതാ ഈ ഒരു വൈറ്റ് ലേസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഈ ഒരു വൈറ്റ് ലേസ് തന്നെയാണ് കേട്ടോ ഏറ്റവും മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത്. പല കളറിൽ ലേസ് ഞാൻ വെച്ച് നോക്കി, പക്ഷേ ഈ ഒരു വൈറ്റാണ് ഇതിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ താഴ്ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. ഇതും വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ളൊരു ഫ്ലവർ വേസ് ആണ് കേട്ടോ. ഒരു പഴയ ഷോളിൻ്റെ ലേസാണിത്. അങ്ങനെ ലേസ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു വർക്കിന് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ആ ഒരു പൊങ്ങി നിൽക്കുന്ന നാരുകളൊക്കെ ജസ്റ്റ് ഒരു ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. ഇനി ഞാനിത് ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേൾ ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഹാഫ് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് എപ്പോഴും ഹാഫ് ബീഡ്സ് ആണ് നല്ലത്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.